ശ്രീ എസ് ഗുരുവായൂരപ്പൻ കഴിഞ്ഞ 48 മണിക്കൂറിൽ 4 മനുഷ്യരാണ് ആനയുടെ ആക്രമണത്തിൽ മരിച്ചത്. ഭീതിതമാണ് കാര്യങ്ങൾ. ആനയുടെയും കടുവയുടെയും ആക്രമണങ്ങളിൽ മരിക്കുന്ന ആളുകൾ ഈ വർഷം തുടങ്ങിയതേ ഉള്ളൂ. ഈ വർഷം തുടങ്ങിയിട്ട് ഈ കഴിഞ്ഞ 30-35 ദിവസങ്ങൾക്കിടെ അല്ലെങ്കിൽ 40 ദിവസത്തിനിടെ 9 പേരാണ് മരിച്ചത്. അതിനു മുമ്പുള്ള കണക്കൂടെ എടുത്തു കഴിഞ്ഞാൽ 14 പേരാണ് മരിച്ചിട്ടുള്ളത്. ആശങ്ക ഉണ്ടാക്കുന്ന സാഹചര്യം ആണ് കേരളത്തിൽ. അടിയന്തരമായി നടപടികൾ ഈ കാര്യത്തിൽ ആവശ്യമില്ലേ? എന്ത് തോന്നുന്നു? തീർച്ചയായിട്ടും ഈ ഓരോ ജീവനും വളരെ വിലപ്പെട്ടതാണ്. അത് വന്യജീവികൾ മൂലം സംഭവിക്കുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും അതിലും നമ്മൾ തീർച്ചയായിട്ടും ഒരു പരിഗണന കൊടുക്കണം. അതേസമയം നമ്മൾ ആളുകൾ മരിക്കുന്നത് വന്യജീവികൾ കൊണ്ട് മാത്രമാണ് എന്ന് പറയുന്ന സമയത്താണ് ചർച്ചകൾ വരുന്നത്. അല്ലാത്ത രീതിക്ക് ആളുകൾ കൊല്ലപ്പെടുകയോ കൊലപാതകം ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതി കുറ്റകൃത്യങ്ങൾ ചെയ്യപ്പെടുകയോ ചെയ്യുന്ന സമയത്തൊന്നും ഈ ചർച്ചകളില്ല. കാരണം ഇത് എന്താണ് കണക്കിലെ കളി എന്നുള്ളത് നമുക്കൊന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് അഭിലാഷ് പറഞ്ഞത് പ്രകാരം നമ്മൾ നോക്കുമ്പോൾ കഴിഞ്ഞ ഒരു 4 വർഷത്തെ കണക്കെടുക്കുകയാണ്. അത് 2020-21 കണക്ക് പ്രകാരം 27 പേരാണ് ആനയുടെ ആക്രമണത്തിൽ കേരളത്തിൽ കൊല്ലപ്പെട്ടത്. 2021-22 നോക്കിക്കഴിഞ്ഞാൽ 35 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. 22-23 നോക്കിക്കഴിഞ്ഞാൽ 27 പേരാണ്. 23-24 നോക്കിയാൽ 22 പേരാണ്. ഇപ്പോൾ 25, 24, 25 അതായത് കഴിഞ്ഞ ജനുവരി വരെ നമ്മൾ നോക്കിയാൽ 11 പേരാണ് കൊല്ലപ്പെട്ടത്. ഇപ്പോൾ ഈ പറഞ്ഞ 7 പേരും കൂടെ കൂട്ടിയാൽ നമുക്കൊരു 18 പേരാണ്. നോക്കൂ, സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മളിതിപ്പോൾ കൂടുതൽ കുറവ് എന്നുള്ളതല്ല പറയുന്നത്. എങ്കിലും ഈ പോയ ജീവനുകളെല്ലാം ഞാൻ ബഹുമാനിച്ചുകൊണ്ട് തന്നെ പറയുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ അത്രയും തന്നെ ഇവിടെ മരണം ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം എടുത്തു പറയണം. അത് സ്റ്റാറ്റിസ്റ്റിക്സ് വൈസ് ഇത് പ്രൂവണാണ്. അതുകൊണ്ട് ഇത് കൂടുതലാണ്, ഇത് വലിയ ഇഷ്യൂ ആണ് എന്നുള്ള രീതിക്ക് പറയുന്നതിനകത്ത് വലിയ കാര്യമില്ല ഒരു വശത്ത് നോക്കുമ്പോൾ. പക്ഷേ ആളുകൾ കൊല്ലപ്പെടുന്നത് തീർച്ചയായിട്ടും ലഘൂകരിക്കേണ്ടതുണ്ട്. അത് തീർച്ചയായിട്ടും പൂർണ്ണമായിട്ട് ഇല്ലാതാക്കേണ്ടതുണ്ട് എന്നുള്ളത് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു. ഇതിന് കാരണം എന്താണെന്നുള്ള കാര്യം ആരും ചിന്തിക്കുന്നില്ല. ഇപ്പോൾ നമ്മുടെ ഭരണകക്ഷിയായിട്ടുള്ള CPM-ലെ പ്രകാശ് മാഷ് അടക്കം പറയുന്നത് ഇതിനെ കൊല്ലാനുള്ള ഉത്തരവ് കേന്ദ്രം തരണം എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവരൊക്കെ ഏത് ലോകത്താണ് ജീവിക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ കത്തോലിക്ക കോൺഗ്രസ് സമാധാനത്തിൻ്റെ ആൾക്കാരും ഇത് കൊല്ലണമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബാക്കി ഇനിയിപ്പോൾ അടുത്ത കിഫാക്കാരൻ വരുന്നുണ്ട്, അവനും കൊല്ലാനാണ് പറയുന്നത്. ഈ ജീവികളെല്ലാം കൊന്നൊടുക്കുക എന്നുള്ളതാണോ നമ്മുടെ ലക്ഷ്യം? അങ്ങനെയാണ് ഇതിനെല്ലാം കൊന്നെടുത്തു കഴിഞ്ഞാൽ ഈ മനുഷ്യന് ഭൂമിയിൽ നിലനിൽക്കണ്ടേ? ഇപ്പോൾ ഒരു വശത്ത് നമ്മൾ പരിസ്ഥിതി സംരക്ഷിക്കണമെന്ന് വലിയ വായിൽ പ്രസംഗിക്കുകയും പരിസ്ഥിതി ദിനം ആഘോഷിക്കുകയും ഒക്കെ നമ്മൾ ചെയ്തിട്ട് വന്യജീവികളെ കാണുന്ന സമയത്ത് അതിനെ കൊല്ലണമെന്ന് പറയുകയും ചെയ്യുക. നോക്കൂ, ഒരു ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് പരിസ്ഥിതി സംരക്ഷണത്തിൽ പാമ്പുകളെ നമ്മൾ സംരക്ഷിക്കണം എന്നൊക്കെ നമ്മൾ ഒരു വശത്ത് പറയും. നമ്മുടെ കൺമുന്നിൽ പാമ്പിനെ കണ്ടാൽ അപ്പം തന്നെ തല്ലിക്കൊല്ലണമെന്ന് ഒരു തീരുമാനം എടുക്കുകയും ചെയ്യും. ഈ ഒരു ഇരട്ട ചിന്ത അത് നമ്മൾ തീർച്ചയായിട്ടും നമ്മളെ തന്നെ പറ്റിക്കുന്ന ഒരു ചിന്തയാണ്. അപ്പോൾ ഒരു വശത്ത് നമ്മൾ പരിസ്ഥിതി സംരക്ഷണം എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി ലക്ഷങ്ങൾ കോടികൾ മുടക്കിയിട്ട് സംരക്ഷിക്കാൻ വേണ്ടി പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറുവശത്ത് നമ്മൾ ഇതിനെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള പ്ലാനും അതിനുവേണ്ടി എല്ലാ രാജ്യങ്ങളിലും ഫോറസ്റ്റ് കൺസർവേഷനും അതുപോലെ തന്നെ വന്യജീവികളുടെ സംരക്ഷണവും ഒക്കെ ഉണ്ട്. എവിടെയെങ്കിലും അനിയന്ത്രിതമായി ഇത് പെരുകി ജനങ്ങളെ കൊന്നുകൊള്ളട്ടെ എന്ന നയം സ്വീകരിക്കാറുണ്ടോ? ഒരു കാടിന് അല്ലെങ്കിൽ ഒരു ആവാസ വ്യവസ്ഥയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിന് അപ്പുറത്തേക്ക് പെരുപ്പമുണ്ടായാൽ എന്താണ് അവയെ ചെയ്യുക? നാടിനെ കാടാക്കാൻ പറ്റുമോ? ഒരു പരിഹാരം വേണ്ടേ? അത് തീർച്ചയായിട്ടും അവിടെയാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുന്നത്. നമ്മുടെ കാടിന് ഉൾക്കൊള്ളാവുന്ന പരിധിയിൽ നിന്നും കൂടിയോ കുറഞ്ഞോ എന്നുള്ളത് തീർച്ചയായിട്ടും അതും നമ്മൾ ചർച്ച ചെയ്യണം. അങ്ങനെ ചർച്ച ചെയ്യുമ്പോഴാണല്ലോ പരിഹാരത്തിലേക്ക് എത്തുക. പിന്നെ എന്തുകൊണ്ട് കൊല്ലുന്നു എന്നുള്ളത്, ഇപ്പോൾ ഈ റീസെൻ്റായിട്ട് നടന്ന പ്രശ്നങ്ങൾ മാത്രം നമ്മൾ വിശകലനം ചെയ്താൽ എന്തുകൊണ്ട് ആനകൾ ഇത്രയും ആക്രമിച്ച് ആളുകളെ കൊന്നു എന്നുള്ളത്. അപ്പോൾ കുടിവെള്ളം തേടിയിട്ട് മിക്കവാറും ഈ കൊലപാതകങ്ങളെല്ലാം നടന്നുള്ളത് രാത്രിയാണെന്നുള്ള കാര്യം കൂടെ ആലോചിക്കണം. ഈ ആനകൾ പകൽ സമയത്ത് ഈ ആക്രമണത്തിന് മുതിരുന്നില്ല. കാരണം മനുഷ്യൻ്റെ ഇടപെടൽ കാടിനകത്ത് അനിയന്ത്രിതമായിട്ട് രാവും പകലും ഉണ്ട് എന്നുള്ളത് എനിക്കും അങ്ങേക്കും ഈ ഇരിക്കുന്ന എല്ലാവർക്കും ഒരുപോലെ ബോധ്യമുള്ള കാര്യമാണ്. വന്യമൃഗങ്ങൾ മനുഷ്യന് ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിക്ക് അവർ പകൽ കാടിനകത്ത് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഒളിച്ചു കഴിയുകയും രാത്രിയാവുമ്പോൾ കുടിവെള്ളം തേടിയിട്ട് നാട്ടിലേക്ക് വരുമ്പോൾ ആ നിമിഷവും നമ്മൾ കാട്ടിൽ ഒന്നുകിൽ ടൂറിസത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ നമ്മുടെ സ്വൈരവിഹാരത്തിന് വേണ്ടിയിട്ടോ ഒക്കെ കാട്ടിൽ പോകുന്ന സമയത്താണ് അപകടങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതായത് അവർക്ക് കുടിക്കാൻ വെള്ളം പോലും കിട്ടാത്തൊരു സാഹചര്യത്തിൽ അതും ദിവസങ്ങളോളം തുറന്നു പോകുന്ന സമയത്ത് ഉണ്ടാകാവുന്ന അവരുടെ കാര്യങ്ങളായിരിക്കും. പക്ഷേ ഈ മരിച്ചതൊന്നും ടൂറിസത്തിന് പോയി കാടിനകത്ത് കയറിയ ആളുകളല്ല എന്നുള്ളത് നമ്മൾ